അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ അധ്യക്ഷരെ, ഖാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈൽ അവറുകളെ, മറ്റു സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹ് അമലായി കബൂൽ ചെയ്യട്ടെ. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഒരുപാട് പരിപാടികൾ ഇനിയും ഇവിടെ നടക്കേണ്ടതുണ്ട്. ആ പരിപാടികൾക്കൊക്കെ സൗകര്യപ്രദമാകുമാർ ഞാൻ എൻ്റെ സംസാരം ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്കകം അവസാനിപ്പിക്കും. ഖാളി സ്വീകരണമാണ് ഈ പരിപാടിയുടെ മുഖ്യ അജണ്ട. ഖാളി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള പ്രശ്നങ്ങൾക്ക് ഇസ്ലാമികമായ തീരുമാനം നൽകേണ്ട ആൾ എന്നാണ്. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വലിയ ഔദ്യോഗിക പദവിയാണത്. ഒരുപാട് ഖാളിമാരുണ്ടാകും. ഖാളിമാർക്കൊക്കെ മീതെ വലിയ ഒരു ഖാളി ഉണ്ടാകും. ഖാളിൽ ഖുലാത്ത് എന്നാണ് അദ്ദേഹത്തിന് പറയുക. മുസ്ലിം രാജ്യങ്ങളിലെ സ്ഥിതി ഇതാണെങ്കിൽ, മുസ്ലിം ഭരണമില്ലാത്ത നമ്മുടെ ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിലും ഖാളിമാരെ കൊണ്ടുള്ള ആവശ്യം മുസ്ലിമീങ്ങൾക്ക് നിർവഹിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ട് പണ്ട് കാലം മുതലേ, അഥവാ ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയിട്ടുണ്ട്. അന്ന് മുതലേ ഖാളിമാർ നിശ്ചയിക്കപ്പെടുന്ന രീതി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവർകൾ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഖാളിയുടെ അഭാവം ഉണ്ടാകുമ്പോൾ പുതിയ ഖാളിയെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പുതിയ ഖാളിയായി മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈൽ തങ്ങൾ അവറുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ മഹല്ലത്തിന് പ്രത്യേകിച്ചും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കും മറ്റ് പ്രദേശങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്കുമൊക്കെ ഇസ്ലാമികമായ സാരഥ്യവും മാർഗദർശനവും നൽകാൻ മഹാനായ തങ്ങളവറുകൾക്ക് അള്ളാഹു അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഖാളി എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ പേര് ഖളാ. അത് ഒരു ചെറിയ പണിയല്ല, വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹാബികൾ, താബിഈങ്ങളൊക്കെ ഖാളിമാരെ നിശ്ചയിച്ചതായി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വിദൂര ദിക്കുകളിലേക്കൊക്കെ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പറഞ്ഞയച്ചിരുന്നു. ആ ചരിത്രം ഇവിടെ പറയാൻ സമയമില്ല. ഒരു മഹല്ലത്തിൻ്റെ സാരഥ്യം, ആ സാരഥ്യത്തോട് അല്ലെങ്കിൽ ആ നേതൃത്വത്തോട് ശക്തമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹല്ല് നിവാസികൾ, ഇങ്ങനെയുള്ള ഭദ്രമായ ഒരു സമൂഹത്തെയാണ് ഇസ്ലാം കാണുന്നത്. മുസ്ലിങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടാകണം, എല്ലാ മേഖലകളിലും അതുണ്ടാകണം. നമസ്കാരത്തിന് ഒരു ഇമാം ഉണ്ടാകണം. അതുപോലെ ഓരോ പ്രശ്നത്തിനും ഒരു നേതൃത്വത്തിൻ്റെ കീഴിലായിരിക്കണം ഇസ്ലാമിൻ്റെ സംരംഭങ്ങൾ, മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ. അതാണ് ഖാളി നിയമനത്തിൻ്റെയും ആകത്തുക. മുസ്ലിമീങ്ങൾ വിവിധ കുടുംബക്കാരും വർഗക്കാരും വർണ്ണക്കാരും ഒക്കെയാണെങ്കിലും ഏകോദര സഹോദരങ്ങളാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. മുസ്ലിമീങ്ങളൊക്കെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളത് രമ്യമായി രഞ്ജിപ്പിലെത്തിക്കണം, പരിഹാരം കാണണം ആ വിഷയത്തിന്. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം ഒറ്റക്കെട്ടാകുന്നു, ആയിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് നിരോധനങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നാം ഇവിടെ സമ്മേളിച്ചത് പ്രധാനമായി ഖാളി സ്വീകരണം ആയതിനാൽ
ഈ നേതൃനീത ബന്ധം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഖാദി ഒരു മഹല്ലത്തിനുണ്ടായാൽ ആ മഹല്ലത്തിലെ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം. മഹല്ലത്ത് അദ്ദേഹത്തെ ഒരു നിശ്ചിത വ്യക്തിയെ ഖാദിയായി നിശ്ചയിക്കുന്നത് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഹല്ല് അഖദിൻ്റെ ആളുകൾ മഹല്ലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മഹല്ലത്തിൻ്റെ നേതൃരംഗത്ത് ഇരിക്കാനും ഒക്കെ അർഹരായ ആളുകളാണ് അത് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ആ തീരുമാനത്തോട് സമരസപ്പെട്ട് യോജിപ്പുള്ളവരായി മുന്നോട്ട് പോകണം. അപ്പോഴാണ് ഒരു മഹല്ലത്ത് ഭദ്രതയുള്ള മഹല്ലത്താവും. മുസ്ലിമീങ്ങളുടെ ഐക്യം, ഭദ്രത എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വളരെ ഭയപ്പെടുന്നൊരു കാര്യമാണ്, ഏത് ശത്രുവാണെങ്കിലും. അതുകൊണ്ട് ഈ ഐക്യം തകർക്കാൻ, മുസ്ലിമീങ്ങളുടെ അനൈക്യമുണ്ടാക്കാൻ ഏതേതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തൽപര കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഐക്യം അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസഹനീയമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനും തെറ്റിക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ ശ്രമങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കും. ശത്രു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അസംതൃപ്തരാകുന്നു എന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത. ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അതുപോലെയുള്ള പ്രതിലോമകാരികളോ നിങ്ങളെ സംബന്ധിച്ച് അസംതൃപ്തരാണ്. അവർ തൃപ്തരാവുകയില്ല ഹത്താ തത്തബിഅ മില്ലത. നിങ്ങളും അവരുമാതിരി ആകണം. അവരുമാതിരി ആകാവുന്ന ഒരു ഇസ്ലാമികമായ, ദീനീയായ, മതപരമായ, ഖുർആനികമായ ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ എങ്ങനെ സ്വതന്ത്രമായി താന്തോന്നികളായി ജീവിക്കുന്ന ഒരു സമൂഹമാവുക. അങ്ങനെയായാൽ പിന്നെ ഇസ്ലാമിൽ അത്തരം ആളുകൾക്ക് ഒരു അസ്തിത്വം ഉണ്ടാവുകയില്ലല്ലോ. ഇസ്ലാമിന് ചില ഷർത്തും ഫർദൊക്കെ ഉണ്ട്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് പോലും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തർക്കും അവനവൻ്റെ മതവിശ്വാസമനുസരിച്ച്, ആദർശമനുസരിച്ച്, സമ്പ്രദായമനുസരിച്ച്, ആചാര രീതികളനുസരിച്ച് ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സമഗ്രമായ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. ഭരണഘടന മൗലികാവകാശങ്ങളായി നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെ എത്രയോ ഇവിടെ നടപ്പാക്കപ്പെടാൻ ബാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ മുസ്ലിം നിയമപരിഷ്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൽപര കക്ഷികൾ രംഗത്തിറങ്ങുന്നത്. മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കുക അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ മതപരമായ അസ്തിത്വം തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അത് അടിസ്ഥാനപരമായി അവർക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ, ഉദാഹരണം വിദ്യാഭ്യാസം. രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം നൽകണം. മറ്റൊരു മൗലികാവകാശമാണ് രാജ്യത്തുള്ള ദരിദ്രന്മാർക്കൊക്കെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷകരമായ സുഭിക്ഷമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കണം. അന്തസ്സാർന്ന ഒരു രാജ്യമായി ഉയരണം രാഷ്ട്രം. ഇങ്ങനെയുള്ള ഒരുപാട് മൗലികാവകാശങ്ങൾ, അക്ഷരാഭ്യാസം പോലുമില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ആളുകൾക്ക് അക്ഷരജ്ഞാനം നൽകുന്നതിന് പകരം ഇവിടെയുള്ള ചില ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി തേടിപ്പിടിച്ച് ആട്ടിപ്പിടിച്ച് അവരെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു രീതിയാണ് ഇവിടെയുള്ള ചില ഫാഷിസ്റ്റ് സംഘങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാത്ത വലിയ വലിയ മഹാന്മാരായ ആളുകൾ പോലും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരാണല്ലോ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ തൗഹീദ് ജനങ്ങളെ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ സത്യമായ പന്ഥാവ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വന്നവരാണ് പ്രവാചകന്മാർ. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതന്മാർ, ഉത്തമന്മാർ അവരാണ്. അവർ പോലും വലിയ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ കഴിയില്ല എന്ന് തന്നെ ഖുർആൻ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. അഹസിബൻ നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ
വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. പരീക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങൾ ക്ഷമാപൂർവ്വം തരണം ചെയ്യലാണ് സത്യവിശ്വാസിയുടെ ചുമതല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. വകാന ഹഖ്ഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. ശരിയായ സത്യവിശ്വാസികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സത്യവിശ്വാസികൾ ആരാണോ അവരെ സഹായിക്കൽ നമ്മുടെ കടമയാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വകാന ഹഖ്ഖൻ അലൈന, നമുക്ക് ഹക്കാണ്, ബാധ്യതയാണ്, കടമയാണ്, ചുമതലയാണ്, ഉത്തരവാദിത്വമാണ് നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക. ചരിത്രമുടനീളം പരിശോധിച്ച് നോക്കിയാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ഫിർഔൻ്റെ ആളുകൾ അങ്ങേയറ്റം പീഡിപ്പിച്ചു, ഗുരുതരമായി അക്രമമർദ്ദനങ്ങൾ ചെയ്തു. പക്ഷേ സഹായം വന്നിറങ്ങി സഹായം. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനം സാക്ഷാത്കൃതമായി. ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ഫിർഔൻ. അവൻ്റെ തോട്ടിപ്പണി എടുക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളായ ബനു ഇസ്രായേൽ. ആ സാമ്രാജ്യത്തിനെതിരെ അവർക്ക് വിജയം വരിക്കാൻ കഴിയുമെന്ന് അന്ന് ലോകത്ത് ഒരാൾക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് മുസ്ലിമീങ്ങളെ അള്ളാഹു സഹായിച്ചത്. ബദറിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അവിശ്വസനീയമായ വിജയം ഇത് നാം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ജനങ്ങളിൽ 130 കോടിയാണ്. അതിൽ 25 കോടി മുസ്ലിമീങ്ങളാണ്, ചുരുങ്ങിയ കണക്കനുസരിച്ച്. ഈ മുസ്ലിമീങ്ങൾക്ക് മതപരമായ ജാഗരണം ആവശ്യമുണ്ട്, വിദ്യാഭ്യാസം ആവശ്യമുണ്ട്, മതബോധമുണ്ടാക്കൽ ആവശ്യമുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പരസ്പരം ചെയ്യേണ്ട ബാധ്യതകളാണ്. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും അന്തസ്സാർന്ന ഭാവി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാലിൽ നിൽക്കാൻ സാധിക്കും. മറ്റുള്ളവരെയൊക്കെ തച്ച് നശിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിന് ഇല്ല, ഒരിക്കലുമില്ല. ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ച് പരീക്ഷണങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു ദൃഢമായ ബോധം, വിശ്വാസം, മനക്കരുത്ത് നമുക്കുണ്ടാകണം. എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകീകൃതമായ, വ്യവസ്ഥാപിതമായ, ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ നടത്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ നായകത്വം വഹിക്കുന്ന വ്യക്തിയാണ് ഒന്ന് ഖാദി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ എല്ലെങ്കിലും സാക്ഷാത്കൃതമാകാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ അവറുകൾക്ക് അള്ളാഹു എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. മഹാനവറുകളുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെയും പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ, ഇവിടെയുള്ള ആലിമീങ്ങളുടെ സാരഥ്യത്തിൽ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അന്തസ്സാർന്ന ഒരവസ്ഥ കൈവരാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങൾ നൽകിയ ഈ സ്വീകാരത്തിന് വളരെ വിനയത്തോടു കൂടിയുള്ള കൃതജ്ഞത രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.